വെൽക്കം ടു മാസ് ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് PCOC 136 ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസിലെ യൂണിറ്റ് 12 ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻസ്. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ? ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് കമ്പനി വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങിയിട്ടുള്ള അസറ്റ്സ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത്. Any profit from selling capital asset is taxed under capital gain. നമ്മൾ ക്യാപിറ്റൽ അസറ്റ്സ് വിറ്റിൽ നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്തിൻ്റെ അണ്ടറിലാണ് അതിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക? ക്യാപിറ്റൽ ഗെയിൻ്റെ അണ്ടറിലാണ് അതിൻ്റെ ടാക്സ് കണക്കാക്കുക. ദിസ് ഇൻകം ഈസ് കൗണ്ടഡ് ഇൻ ദ ഇയർ ഓഫ് അസറ്റ് ഇസ് ട്രാൻസ്ഫർഡ്. ഈ ഇൻകം കൗണ്ട് ചെയ്യുന്ന എപ്പോഴാണോ അത് ട്രാൻസ്ഫർ ചെയ്ത് എപ്പോഴാണോ അത് കൈമാറ്റം ചെയ്തിരിക്കുന്നത് ആ വർഷത്തിലായിരിക്കും ഈ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. Capital gains have three main parts: capital assets, any valuable property owned, transfer of capital asset. Capital gained മൂന്ന് മെയിൻ ഭാഗങ്ങളുണ്ട്. ഒന്ന് ക്യാപിറ്റൽ അസറ്റ്, നമ്മളെ പ്രോപ്പർട്ടി, നമ്മൾ ഓൺ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസ്, അതുപോലെ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്, സെല്ലിംഗ് ഓർ ട്രാൻസ്ഫറിങ് ദ അസറ്റ്. ഒന്നെങ്കിൽ നമ്മുടെ അസറ്റ്സ് വിൽക്കുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്നത്. പ്രോഫിറ്റ് ഓർ ഗെയിൻ, ദ എമൗണ്ട് ഏൺഡ് ഫ്രം ദ ട്രാൻസ്ഫർ. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന എമൗണ്ട്, അതാണ് പ്രോഫിറ്റ് ഓർ ഗെയിൻ എന്ന് പറയുന്നത്. എന്താണ് ക്യാപിറ്റൽ അസറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞു. എനി പ്രോപ്പർട്ടി ഓൺഡ്, മൂവബിൾ, ഇമ്മൂവബിൾ, ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ ഒക്കെ എന്തിൽ വരും? ക്യാപിറ്റൽ അസറ്റിൽ വരും. സെക്യൂരിറ്റി ഹെൽഡ് ബൈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻവെസ്റ്റേഴ്സ്, അതും എന്തിൽ വരും? ക്യാപിറ്റൽ അസറ്റ്സിൽ വരും. എക്സ്ക്ലൂഷൻ ഫ്രം ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റിൽ വരാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഐറ്റം ഫോർ ബിസിനസ് റീസെയിൽ, പേഴ്സണൽ ഐറ്റംസ് ആയിട്ടുള്ള ക്ലോത്ത്സ്, ഫർണിച്ചർ, അതുപോലെ എക്സെപ്റ്റ് ജ്വല്ലറി, ആർട്ട് ആൻഡ് കളക്റ്റിബിൾസ്. ക്ലോത്ത്സും ഫർണിച്ചറും എന്താണ്? പേഴ്സണൽ ഐറ്റംസ് ആയിട്ടുള്ള ക്ലോത്തും ഫർണിച്ചറും എന്തിൽ വരില്ല? ക്യാപിറ്റൽ അസറ്റ്സിൽ വരില്ല. പക്ഷേ അതിൽ പെടാത്ത മറ്റ് ക്യാപിറ്റൽ അസറ്റ്സിൽ വരുന്ന കാര്യങ്ങളാണ് ജ്വല്ലറി, ആർട്ട് പോലുള്ളവ. അതുപോലെ അഗ്രികൾച്ചർ ലാൻഡിന് റൂറൽ ഏരിയയിലുള്ള അഗ്രികൾച്ചർ ലാൻഡും എന്തല്ല? ക്യാപിറ്റൽ അസറ്റ് അല്ല. ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട്സ് ഓർ ഗോൾഡ് മോണിറ്റൈസേഷൻ സർട്ടിഫിക്കറ്റ്സ്, ഇതൊന്നും എന്തല്ല? ക്യാപിറ്റൽ അസറ്റ് അല്ല. ക്യാപിറ്റൽ അസറ്റ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എന്തൊക്കെയാണ്? ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഗുഡ്വിൽ, ഷെയർസ്, പെർമിറ്റ്സ് ആൻഡ് ജ്വല്ലറി, സെക്യൂരിറ്റീസ് ആയിട്ടുള്ള സ്റ്റോക്ക്, ബോണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇതൊക്കെയാണ് ക്യാപിറ്റൽ അസറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി സെൽഫ് ജനറേറ്റഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ഇതുപോലുള്ള അസറ്റ്സ്, ഗുഡ്വില്ല്, ടെനൻസി റൈറ്റ്സ്, റൂട്ട് പെർമിറ്റ്സ് ആൻഡ് ഇതൊക്കെ എന്താണ്? ഗുഡ്വില്ലും ടെനൻസിയും അതുപോലെ റൂട്ട് പെർമിറ്റ്സ് ഒക്കെ എന്താണ്? സെൽഫ് ജനറേറ്റഡ് അസറ്റ്സ് ആണ്. അതും ടാക്സബിൾ ആണ് ഫ്രം സെർട്ടൻ ഇയേഴ്സ്. ഗുഡ്വിൽ ടാക്സബിൾ ഫ്രം എവിടെ തൊട്ടിട്ടാണ്? 1988 തൊട്ട് 89 വരെയും. ടെൻഡൻസി റൈറ്റ്, റൂട്ട് പെർമിറ്റ്സ്, ലൂം ഹവേഴ്സ് ടാക്സബിൾ ഫ്രം 1995 to 96. മാനുഫാക്ചറിങ് റൈറ്റ് ടാക്സബിൾ ഫ്രം 1998 to 1999. ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റും അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 36 മന്തോ അതിൽ കുറവോ ആയിട്ട് നമ്മുടെ കൈവശം വെച്ച് നമ്മൾ ഓൺ ചെയ്തിരിക്കുന്ന അസറ്റ്സിനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറയുന്നത്. 12 month ഫോർ ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്സ്, ബോണ്ട്സ്. ഇനി ഷെയർസ് മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിൽ 12 months വരെയും. ഈ കാലയളവിൽ നമ്മൾ കൈവശം വെച്ചിരിക്കുന്ന അസറ്റ്സിനെ ആണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറയാം. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 മാസത്തിൽ കൂടുതൽ നമ്മൾ കൈവശം വെച്ചിരിക്കുന്ന, നമ്മൾ ഓൺ ചെയ്തിരിക്കുന്ന അസറ്റ്സിനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഷെയർ, മ്യൂച്വൽ ഫണ്ട്, ബോണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് 12 monthൽ കൂടുതൽ വരുന്ന എന്താണ്? ഷെയർ, മ്യൂച്വൽ ഫണ്ട്സ്, ബോണ്ട്സിനൊക്കെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സ് ആയിട്ടും കണക്കാക്കപ്പെടുന്നു. ഇനി രണ്ട് ടൈപ്പ് ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും. നമ്മൾ ഷോർട്ട് ടേം ആയിട്ടുള്ള അസറ്റ്സ് വെക്കുമ്പം നമ്മൾക്ക് ലഭിക്കുന്ന ഗെയിനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ്, നമ്മൾ ലോങ് ടേം ആയിട്ട് നമ്മൾ കൈവശം വെച്ചിരിക്കുന്ന അസറ്റ്സ് വിറ്റിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് അസറ്റ്സ് 36 മന്തും ഓർ ലെസ് ആണ്. അതിൻ്റെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ കയ്യിൽ 36 മാസം അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം ആണ്. ഇനി ബോണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഷെയർസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 12 month അതിൽ കുറവും.
ലോങ് ടേം നേരത്തെ പറഞ്ഞു 36 മാസത്തിൽ കൂടുതൽ, ഷെയർസ് അങ്ങനെയുള്ളവയ്ക്ക് 12 മന്തിൽ കൂടുതൽ. ടാക്സ് റേറ്റ് വരുന്നത് ടാക്സ്ഡ് നോർമൽ ഇൻകം ടാക്സ് റേറ്റ് തന്നെയാണ്. സ്പെഷ്യൽ കേസസ് ലൈക്ക് ഷെയർസ് കവേർഡ് അണ്ടർ STT ആർ ടാക്സ്ഡ് 50% ആണ്. ടാക്സ് 20% വിത്ത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്സ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിൽ 20% ടാക്സേഷൻ ആണ് വരുന്നത്. ഇനി ഷെയർ അങ്ങനെ ഷെയർ കവേർഡ് അണ്ടർ STT ആണെന്നുണ്ടെങ്കിൽ ടാക്സ്ഡ് ആയിട്ട് 10% അല്ലെങ്കിൽ എബോവ് 1 lakh ഗെയിൻ. കോസ്റ്റ് ഓഫ് അക്യൂസിയേഷൻ ഇംപ്രൂവ്മെൻറ്റ് ആക്ച്വൽ കോസ്റ്റ് ഡിഡക്റ്റഡ് വൈൽ കാൽക്കുലേറ്റിംഗ് ഗെയിൻ. നമ്മൾ കോസ്റ്റ് ഓഫ് അക്യൂസിയേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, ആ ആക്ച്വൽ കോസ്റ്റ് നമ്മളുടെ ഗെയിൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രോഫിറ്റിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യും. അക്യൂസിയേഷൻ എന്താണ്, ഇംപ്രൂവ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് അക്യൂസിയേഷൻ എന്താണ്, ഇംപ്രൂവ്മെൻ്റ് ആണ് താഴെ പറയുന്നുണ്ട്. അതുപോലെ ലോങ് ടേമിലാണെങ്കിൽ അതിന് ഇൻഡെക്സ് കാണും. ഇതിൻ്റെ കോസ്റ്റ് ഓഫ് അക്യൂസിയേഷൻ്റെയും ഇംപ്രൂവ്മെൻറ്റിൻ്റെയും ഇൻഡെക്സ് കാണും ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. ചില എക്സംഷൻസ് ഉണ്ട്, പറഞ്ഞിരിക്കുന്ന സെക്ഷൻസിൽ വരുന്നതാണ്. നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഷോർട്ട് ടേം ലോങ് ടേം അസറ്റ്സ്. ഒരു ടേബിൾ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, അതിന് ഇവിടെ കൊടുത്തതാണ്. അരുണ് ലിസ്റ്റഡ് ഷെയർസ് മോർ ദാൻ 12 months അയാളെ കയ്യിലുണ്ട്. അപ്പോൾ എന്താണത്, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. ഹോൾഡിംഗ് പീരീഡ് 15 months 29 days. സിയ യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട് മോർ ദാൻ 12 months, തീർച്ചയായിട്ടും അതെന്താണ്, ലോങ് ടേം ആണ്. കാരണം 12 മാസത്തിൽ കൂടുതൽ അയാൾ കൈവശം അത് ഓൺ ചെയ്ത് വെച്ചു. ഇനി ചരൺജീത്ത് ഗോൾഡ് മോർ ദാൻ 36 months ലോങ് ടേം ആണ്. സംഗീത ഹൗസ് പ്രോപ്പർട്ടി മോർ ദാൻ 36 months, ഹോൾഡിംഗ് പീരീഡ് 40 months 29 days ആണ്. അതുകൊണ്ട് തന്നെ ഇതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ആണ്. അടുത്ത ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമ്മൾ കൈമാറ്റം ചെയ്തതിന് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, സെയിൽ വരാം, എക്സ്ചേഞ്ച് വരാം, അല്ലെങ്കിൽ ഗിവൺ അപ്പ് ഓഫ് ആണ് അസറ്റ് ഒഴിവാക്കുന്നതായിരിക്കാം, കമ്പൽസറി അക്വിസിഷൻ ആയിരിക്കും, നിർബന്ധിതമായിട്ട് നമ്മൾ കൈവരിക്കുന്നതായിരിക്കാം ബൈ ദി ഗവൺമെൻറ്. അതുപോലെ കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ടു ബിസിനസ് സ്റ്റോക്ക്, നമ്മുടെ ക്യാപിറ്റൽ അസറ്റ്സിനെ ബിസിനസ് സ്റ്റോക്ക് ആക്കി മാറ്റുന്നതായിരിക്കാം. മെച്യൂരിറ്റി ഓർ റിഡംഷൻ ഓഫ് 0 coupon ബോൺസ് ആയിരിക്കാം. എനി ട്രാൻസാക്ഷൻ അലോയിങ് പൊസഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇതൊക്കെയാണ് ട്രാൻസ്ഫറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. എക്സാമ്പിൾ ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സെല്ലിംഗ് കമ്പനി ഷെയർ ഇൻ എക്സ്ചേഞ്ച് ഫോർ ഓർഡിനറി ഷെയർസ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് അസറ്റ്സ് ഡ്യൂറിംഗ് കമ്പനി ലിക്വിഡേഷൻ, സെല്ലിംഗ് ബിസിനസ് പ്രോപ്പർട്ടി ഓർ റൈറ്റ്സ്, റിസീവിംഗ് ലീസ് പ്രീമിയം ഫോർ പ്രോപ്പർട്ടി. ഇനി ട്രാൻസ്ഫറായിട്ട് കൺസിഡർ ചെയ്യാത്ത ചില ട്രാൻസ്ഫറുകൾ എന്തൊക്കെയാണ്? ഇഫ് അസറ്റ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡർ ആഫ്റ്റർ കമ്പനി ലിക്വിഡേഷൻ, കമ്പനിയുടെ ലിക്വിഡേഷൻ സമയത്ത് അവരുടെ ഷെയർ ഹോൾഡറിന് അസറ്റ്സ് നൽകുകയാണെങ്കിൽ അതിനെന്തായി കണക്കാക്കില്ല, ട്രാൻസ്ഫറായിട്ട് കണക്കാക്കില്ല. ഇഫ് അസറ്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഇൻ എ പാർട്ടീഷൻ ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ പാർട്ടീഷൻ സമയത്ത് അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയും എന്തായി കണക്കാക്കില്ല, ട്രാൻസ്ഫറിൻ്റെ കൺസിഡറേഷനിൽ വരില്ല. അതുപോലെ ഇഫ് അസറ്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ആസ് ഗിഫ്റ്റ് ഓർ ഇൻഹെറിറ്റൻസ്, നമ്മൾ എന്താണ് അസറ്റ്സ് ഗിഫ്റ്റായിട്ടോ ഇൻഹെറിറ്റൻസ് ആയിട്ടോ ആണ് നൽകുന്നതെങ്കിൽ അതും ട്രാൻസ്ഫറിൻ്റെ കൺസിഡറേഷനിൽ വരില്ല. ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് ഫ്രം പാരൻറ്റ് കമ്പനി ടു 100% സബ്സിഡറി, അതും എന്തല്ല, ഇൻകം ടാക്സിൻ്റെ അണ്ടറിൽ വരുന്ന ട്രാൻസ്ഫറിൽ വരുന്നതല്ല. അടുത്ത് ട്രാൻസാക്ഷൻ നോട്ട് കൺസിഡർ ട്രാൻസ്ഫേഴ്സ്. ചില ട്രാൻസാക്ഷൻസിനെ ട്രാൻസ്ഫറായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, എന്തൊക്കെയാണെന്നാണ്. സർട്ടൻ ട്രാൻസാക്ഷൻ ആർ നോട്ട് ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ. ചില ട്രാൻസാക്ഷൻസിനെ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫറായിട്ട് കണക്കാക്കപ്പെടുന്നില്ല ഫോർ ടാക്സ് പർപ്പസസ്. എന്തൊക്കെയാണ്? ട്രാൻസ്ഫർ ഫ്രം സബ്സിഡറി ടു ഹോൾഡിംഗ്. ഇഫ് 100% സബ്സിഡറി ട്രാൻസ്ഫേഴ്സ് അസറ്റ് ടു ഇറ്റ്സ് ഇന്ത്യൻ ഹോൾഡിംഗ് കമ്പനി, നമ്മൾ സബ്സിഡറി കമ്പനിയുടെ 100% നമ്മൾ എന്ത് ചെയ്യുന്നു, 100% അസറ്റ്സ് ഹോൾഡിംഗ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിനെന്തായി കണക്കാക്കില്ല, ട്രാൻസ്ഫറായിട്ട് കണക്കാക്കില്ല. അമാൽഗമേഷൻ അഥവാ മെർജർ, അസറ്റ്സ് ട്രാൻസ്ഫേർഡ് ബൈ മെർജിങ് കമ്പനി ടു ആൻ ഇന്ത്യൻ കമ്പനി ആർ ടാക്സ് ഫ്രീ. മെർജിങ്ങിൻ്റെ ഭാഗമായിട്ട് അസറ്റ്സ് ഇന്ത്യൻ കമ്പനിയിലേക്ക് എന്ത് ചെയ്യാണ്, അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാണ്, അത് ടാക്സ് ഫ്രീ ആണ്, അതിന് ടാക്സ് നൽകേണ്ടതില്ല. ഷെയർസ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഫോറിൻ കമ്പനീസ് ടു മെർജർ മേ ബി ടാക്സ് ഫ്രീ ഇഫ് കണ്ടീഷൻസ് ആർ മെറ്റ്. ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാണ് ഫോറിൻ കമ്പനിയിൽ നിന്ന് മെർജിങ് കമ്പനിയിലേക്ക്,
അപ്പം അത് ടാക്സ് ഫ്രീ ആണ്. ചില കണ്ടീഷൻസ് അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ടാക്സ് ഫ്രീ ആയിരിക്കും. ഡീമർജർ അഥവാ കമ്പനി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അസറ്റ്സ് ട്രാൻസ്ഫേർഡ് ടു ന്യൂ ഇന്ത്യൻ കമ്പനി ഇൻ എ സ്പ്ലിറ്റ് ആർ ടാക്സ് ഫ്രീ. സ്പ്ലിറ്റ് ആകുന്ന സമയത്ത് അതിൻ്റെ അസറ്റ്സൊക്കെ പുതിയ ഇന്ത്യൻ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതും ടാക്സ് ഫ്രീ ആണ്. ഷെയർസ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഫോറിൻ കമ്പനി ഇൻ സ്പ്ലിറ്റ് മേ ബി ടാക്സ് ഫ്രീ കണ്ടീഷൻസ് ആർ മെറ്റ്. ചില കണ്ടീഷനുകൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോറിൻ കമ്പനീസിൻ്റെ സ്പ്ലിറ്റിൻ്റെ സമയത്ത് ഫോറിൻ കമ്പനീസിൻ്റെ ഷെയർസുകൾ ഇന്ത്യൻ കമ്പനിയിലേക്ക് മാറ്റുന്നത്. അതുപോലെ ഷെയർസ് ഇഷ്യൂഡ് ഇൻ എ ഡിമർജർ ഇഫ് ഷെയർ ഹോൾഡർ ഓഫ് ദ ഓൾഡ് കമ്പനി റിസീവ് ന്യൂ ഷെയർ ഇൻ സ്പ്ലിറ്റ് ഈസ് ടാക്സ് ഫ്രീ. അതുപോലെ ഷെയർസ് ട്രാൻസ്ഫേർഡ് ഇൻ എ മെർജർ ഇഫ് ഷെയർ ഹോൾഡർ ഗെറ്റ് എ ന്യൂ ഷെയർ ഡ്യൂ ടു എ മെർജർ മീറ്റിംഗ് കണ്ടീഷൻസ്. പിന്നെ ഷെയർ ഹോൾഡർ പുതിയ ഷെയർ കിട്ടുകയാണ് മെർജർ ചെയ്യുന്ന സമയത്ത് അതും ടാക്സ് ഫ്രീ ആണ്. സോവറൈൻ ഗോൾഡ് ബോണ്ട്സ് നോ ടാക്സ് റിഡംഷൻ. RBI ഇഷ്യൂഡ് SGBs ഫ്രം 2015 സ്കീം. സോവറൈൻ ഗോൾഡ് ബോണ്ടും അതുപോലെ ട്രേഡിംഗ് ഇൻ IFSC ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യ നോ ടാക്സ് ഇഫ് എ നോൺ റെസിഡൻറ്റ് സെൽ അസറ്റ്സ് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും എന്താണ് ടാക്സ് ഫ്രീ ആണ്. ഡൊണേഷൻ ഓഫ് ആർട്ട് ബുക്സ് ഓർ മാനുസ്ക്രിപ്റ്റ്സ്, അതുപോലെ കൺവേർഷൻ ഓഫ് ബോണ്ട്സ് ഓർ പ്രിഫറൻസ് ഷെയർ ഇൻ ടു ഇക്വിറ്റി. ബിസിനസ് സക്സഷൻ വെൻ എ ബിസിനസ് ചേഞ്ചസ് ഇറ്റ്സ് firm to company. Tax free if all assets, liabilities and ownership remain the same and the shareholders at least 50% share for the 5 years. അതുപോലെ പ്രൈവറ്റ് കമ്പനി ടു LLP പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ടാക്സ് ഫ്രീ ആണ് ഇഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റിമെയിൻ അൺചേഞ്ച്ഡ്. അസറ്റ്സും ലയബിലിറ്റീസും അൺചേഞ്ച്ഡ് ആയിരിക്കുകയും ഷെയർ ഹോൾഡേഴ്സ് ബിക്കം ഷെയർ ഹോൾഡേഴ്സ് അതിൻ്റെ പാർട്ണറായി മാറുകയും ടേൺ ഓവർ ബിലോ 60 lakh ഇൻ 3 years അവരുടെ ടേൺ ഓവർ 60 ലക്ഷത്തിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ അസറ്റ്സ് ബിലോ 5 crore ആൻഡ് നോ പാർട്ണർ ഗെറ്റ്സ് പെയ്ഡ് ഫ്രം പാസ്റ്റ് പ്രോഫിറ്റ് ഫോർ 3 years. ഇങ്ങനെ ഇത്രയും കണ്ടീഷൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനി ടു ലിമിറ്റഡ് കമ്പനിയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ ടാക്സ് ഫ്രീ ആയിരിക്കും. അതുപോലെ ബിസിനസ് സക്സഷനിൽ ഫസ്റ്റ് പറഞ്ഞു ഫേം കമ്പനിയായി മാറുമ്പോഴും എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ മെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഫ്രീ ആയിരിക്കും. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് കമ്പനിയിലേക്ക് മാറുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതും ടാക്സ് ഫ്രീ ആണ്. റിവേഴ്സ് മോർട്ടേജ് ഫോർ സീനിയർ സിറ്റിസൺ നോ ടാക്സ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ അണ്ടർ ഗവൺമെൻറ് അപ്രൂവ്ഡ് റിവേഴ്സ് മോർട്ടേജ് സ്കീം. അതുപോലെ മ്യൂച്വൽ ഫണ്ട് മെർജർ നോ ടാക്സ് ഓൺ മെർജിങ് മ്യൂച്വൽ ഫണ്ട് സ്കീം ഇക്വിറ്റി ഓർ നോൺ ഇക്വിറ്റി മൂവിങ് ബിറ്റ്വീൻ പ്ലാൻസ് ഓഫ് സെയിം മ്യൂച്വൽ ഫണ്ട് സ്കീം. ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്താണ് ടാക്സ് ഫ്രീ ആണ്. ചില കണ്ടീഷൻസ് അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് എക്സെപ്ഷൻസ് വെൻ ക്യാപിറ്റൽ ഗെയിൻസ് ആർ ടാക്സ്ഡ് ലേറ്റർ. ചില എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ക്യാപിറ്റൽ ഗെയിന് പിന്നീട് നമ്മൾ ടാക്സ് നൽകേണ്ട വരുന്ന എന്തൊക്കെയാണെന്നാണ്. നോർമലി ക്യാപിറ്റൽ ഗെയിൻസ് ആർ ടാക്സ് ഇൻ ദ ഇയർ ട്രാൻസ്ഫർ. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഏത് ഇയറിലാണോ ട്രാൻസ്ഫർ ചെയ്ത് ആ ഇയറിലാണ് നമ്മൾ ടാക്സ് ചെയ്യേണ്ടത്. ബട്ട് ദർ ആർ 4 എക്സെപ്ഷൻസ്. പക്ഷേ അവിടെ ഒരു 4 എക്സെപ്ഷൻസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? കോമ്പൻസേഷൻ ഫോർ ഡാമേജ് ഡിസ്ട്രക്ഷൻ ഓഫ് ആൻ അസറ്റ് ഡ്യൂ ടു ഫയർ, ഫ്ലഡ്സ്, റിയോട്ട്സ് എക്സെട്ര. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും എക്സെപ്ഷനിൽ വരുന്ന കണ്ടീഷൻസ് ഒക്കെയാണിത്. കോമ്പൻസേഷൻ ഫോർ ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻ, കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ്, ലാൻഡ് കൺവേർട്ടഡ് ഇൻ ടു റിയൽ എസ്റ്റേറ്റ് ഇൻവെൻട്രി, കമ്പൽസറി അക്വിസിഷൻ ഓഫ് അസറ്റ്സ് ബൈ ദ ഗവൺമെൻറ്, എക്സാമ്പിൾ ലാൻഡ് അക്വയർഡ് ഫോർ ഹൈവേ പ്രൊജക്റ്റ്. അതുപോലെ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇൻ ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് എഗ്രിമെൻറ്റ്. ഇതൊക്കെ എന്താണ്? ക്യാപിറ്റൽ ഗെയിൻസ് ആർ ടാക്സ്ഡ് ലേറ്ററിൽ വരുന്ന കാര്യങ്ങളാണ് ഈ 4 ഇനി ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സേഷൻ കേടും. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നതാണ്. അപ്പം അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സെയിൽ കൺസിഡറേഷൻ, ചില കോമ്പോണൻറ്റ്സ് ശ്രദ്ധിക്കാനുണ്ട്. സെയിൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുകയോ ലഭിക്കാൻ സാധ്യതയുമായിട്ടുള്ള എമൗണ്ടിനെയാണ് സെയിൽ കൺസിഡറേഷൻ അഥവാ ഫുൾ വാല്യൂ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ പ്രോപ്പർട്ടിയോ ഷെയറോ ബിസിനസ്സോ എന്തെങ്കിലും നമ്മൾ വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെയാണ് സെയിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്ത് കുറക്കും? സെല്ലിംഗ് എക്സ്പെൻസസ് നമ്മൾ ഈ സെയിൽ കൺസിഡറേഷൻ കുറക്കും. ഇനി എക്സ്പെൻസസ് ഇൻക്ലൂഡ് ടു സെയിൽ അസറ്റ്സ് വെക്കുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പെൻസസ് ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഡിഡക്റ്റ് ചെയ്യും. എക്സാമ്പിളായിട്ട് വരുന്ന എക്സ്പെൻസസ് എന്ന് പറയുന്നത് ബ്രോക്കറേജ് ഓർ കമ്മീഷൻ, ലീഗൽ ഫീസ്, അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്, സ്റ്റാമ്പ് ഡ്യൂട്ടി ചാർജസ്. അപ്പം ഈ നമ്മൾക്ക് ഈ നമ്മൾ ഈ
എന്താണ് സെയിൽ കൺസിഡറേഷൻ ഫുൾ വാല്യൂയിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസസ് കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ആക്ച്വൽ എമൗണ്ട് ലെഫ്റ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് സെല്ലിംഗ് എക്സ്പെൻസ് ഫ്രം ദ ടോട്ടൽ സെയിൽ വാല്യൂ ആണ് നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നമ്മളെ സെയിൽസ് കൺസിഡറേഷനും സെല്ലിംഗ് എക്സ്പെൻസ് കുറച്ചാൽ കിട്ടുന്നതാണ് നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് വീണ്ടും നമ്മൾ ലെസ് ചെയ്യണം എന്താണ് കോസ്റ്റ് അക്വിസിഷൻ. കോസ്റ്റ് അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഒറിജിനൽ കോസ്റ്റ് പെയ്ഡ് ടു ബൈ ദ അസറ്റ് നമ്മൾ വാങ്ങാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള അസറ്റ് നമ്മൾ ഫസ്റ്റ് ടൈം അത് വാങ്ങുന്ന സമയത്ത് നമുക്ക് എത്രയാണോ കോസ്റ്റ് എത്ര പ്രൈസ് ആണോ ആയത് അതിനെയാണ് കോസ്റ്റ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഇനി അസറ്റ്സ് നമ്മൾക്ക് പാരമ്പര്യമായി കിട്ടിയതോ ഗിഫ്റ്റഡോ ആണെന്നുണ്ടെങ്കിൽ ആ പ്രീവിയസ് ഓണർ എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് അതിനെ ആയിരിക്കും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുക. ലെസ് ഇനി നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നെറ്റ് കൺസിഡറേഷന് കുറച്ച് വീണ്ടും നമ്മൾ എന്ത് കുറക്കണം, ലെസ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്. ഇനി നമ്മൾ എന്തെങ്കിലും ഈ അസറ്റിൽ എന്തെങ്കിലും നമ്മൾ മാറ്റം വരുത്തുകയോ എന്തെങ്കിലും കൊണ്ടുവരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ മണി സ്പെൻഡ് ഓൺ ഇമ്പ്രൂവിങ് ദ അസറ്റ്, നമ്മുടെ അസറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നത് എന്തെങ്കിലും മണി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ എന്താണ് റിനോവേഷൻ ഓഫ് ദ പ്രോപ്പർട്ടി, സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ, അപ്ഗ്രേഡ് ടു ഇൻക്രീസ് ദ അസറ്റ് വാല്യൂ, ഇങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള മോഡിഫിക്കേഷൻ വരുത്തിയതിൽ നമ്മൾ എന്തെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മൾ നെറ്റ് കൺസിഡറേഷന് ലെസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾക്ക് എന്ത് കിട്ടുക, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ലഭിക്കുക. അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിൽ കൺസിഡറേഷൻ ഉണ്ടാകും, ലെസ് സെല്ലിംഗ് എക്സ്പെൻസ്, നെറ്റ് കൺസിഡറേഷൻ കിട്ടും. പിന്നെ അതിന് മുകളിൽ നമ്മൾ കോസ്റ്റ് അക്വിസിഷനും കോസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റും കുറക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് കിട്ടും. അതിൻ്റെ മുകളിൽ എക്സെപ്ഷൻസ് എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് കുറക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും, ടാക്സബിൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമുക്ക് ലഭിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിനകത്ത് ഉണ്ടാവും ഫുൾ ക്വസ്റ്റ്യൻ. മിസ്റ്റർ അർജുൻ സോൾഡ് എ ഹൗസ് ഓൺ 13th January 2023. അയാൾ ജനുവരി 30, 2023 അയാളുടെ ഹൗസ് വിൽക്കുകയാണ്. 3,25,000 രൂപയ്ക്ക് അയാൾ വിൽക്കുകയും അയാൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 1/6/2021 അയാൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 1,70,000 രൂപയ്ക്കാണ് ആ വീട് അയാൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അയാൾ അതിൽ 27,500 രൂപ ആ ഹൗസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി, അത് എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് എന്ത് കാണണം, ഗ്രോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കാണണം. അപ്പം നമുക്ക് നോക്കാം. സെയിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 3,25,000 ലെസ് കോസ്റ്റ് അക്വിസിഷൻ. കോസ്റ്റ് അക്വിസിഷൻ എന്ന് പറയുന്നത് അയാൾ പർച്ചേസ് ചെയ്ത പ്രൈസാണ് 1,70,000 ലെസ് കോസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എത്ര അയാൾ ചിലവാക്കിയിട്ടുണ്ട്, 27,500 രൂപ. അപ്പം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്, 1,25,500 രൂപയാണ്. അടുത്തത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കാണുക, ഫുൾ സെയിൽ വാല്യൂ നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ അസറ്റ്സ് വിൽക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന മണിയാണ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് അക്വിസിഷൻ, ഇവിടെ വ്യത്യാസം വരുന്ന ഇൻഡെക്സ് കോസ്റ്റ് അക്വിസിഷൻ എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നുണ്ട്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിയ പൈസ ആയിരിക്കില്ല, വാങ്ങിയപ്പോൾ ഉണ്ടായ വാല്യൂ ആയിരിക്കും നമ്മൾ വിൽക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം 10 രൂപയ്ക്ക് 2020 ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുന്ന 2025 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പം 50 രൂപയായിരിക്കും. അപ്പോൾ അവിടെ വാല്യൂ വർദ്ധിച്ചു. നമ്മൾ ആ വാല്യൂ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സസ് എമൗണ്ട് വരികയും അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം അത് ശരി, ആ എക്സസ് എമൗണ്ട് വരാതിരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒരു C11 ഇൻഡെക്സ് നൽകുന്നുണ്ട്. ഓരോ ഇയറിലും ഇൻഡെക്സ് നൽകുന്നുണ്ട്. ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നൽകുന്നുണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻസിൽ അത് തന്നിട്ടുണ്ടാവും, അത് വെച്ച് കണ്ടാൽ മതിയാവും. ഓരോ ഇയറിലും എത്രയാണ് ഇൻഡെക്സ് കോസ്റ്റ് എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ടാവും. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇൻഡെക്സ് കോസ്റ്റ് അക്വിസിഷൻ കാണണം. ദ ഒറിജിനൽ പർച്ചേസ് പ്രൈസ് അഡ്ജസ്റ്റ് ഫോർ ഇൻഫ്ലേഷൻ യൂസ് ചെയ്യുന്ന കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. നമ്മൾ ഒറിജിനൽ പർച്ചേസ് പ്രൈസിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ട് ഇൻഫ്ലേഷൻ യൂസ് ചെയ്യുന്ന കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആയിട്ടുള്ള C11 എന്ന് പറയുന്ന കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡെക്സ് കോസ്റ്റ് അക്വിസിഷൻ കാണണം. അതുപോലെ ഇൻഡെക്സ് കോസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് സെയിം.
ഇംപ്രൂവ്മെൻറ്റ് കോസ്റ്റ് അഡ്ജസ്റ്റ് ഫോർ ഇൻഫ്ലേഷൻ യൂസിങ് C11. സെല്ലിംഗ് എക്സ്പെൻസസ് കോസ്റ്റ് ഇൻക്ലൂഡ് വൈൽ സെല്ലിംഗ് ദ അസറ്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാണാൻ വേണ്ടി ചെയ്യേണ്ടത്. ഇവിടെ ഉണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഫുൾ സെയിൽസ് വാല്യൂ മൈനസ് ഇൻഡെക്സ് കോസ്റ്റ് അക്വിസിഷൻ പ്ലസ് ഇൻഡെക്സ് കോസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് പ്ലസ് സെല്ലിംഗ് എക്സ്പെൻസ്. ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യണം, ഫുൾ സെയിൽ വാല്യൂവിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് കാൽക്കുലേഷൻ ഇൻഡെക്സ് കോസ്റ്റ് അക്വിസിഷൻ വരുന്നതിൻ്റെ ഫോർമുല വരുന്നത് എങ്ങനെയാണ്, ഇൻഡെക്സ് കോസ്റ്റ് അക്വിസിഷൻ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്, കോസ്റ്റ് അക്വിസിഷൻ ഇൻറ്റു C11 ഓഫ് ഇയർ ഓഫ് സെയിൽ. നമ്മൾ സെയിലിൻ്റെ ടൈമിൽ ഏത് ഇയറിലാണോ സെയിൽ ചെയ്ത് ആ സമയത്ത് തന്നിട്ടുള്ള C11 ഇൻഡെക്സ് പ്രൈസ് എത്രയാണെന്ന് നോക്കുക. അത് ഡിവൈഡഡ് ബൈ C11 ഓഫ് ഇയർ ഓഫ് പർച്ചേസ്. ഇയർ ഓഫ് പർച്ചേസിൻ്റെ ഇൻഡെക്സ് വാല്യൂ എത്രയാണെന്ന് നോക്കാം. ഓർ 2000 വിച്ച് എവർ ഈസ് ലേറ്റർ. അപ്പം ഇത് രണ്ടും കണക്കാക്കിയിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു ഇയർ ഓഫ് സെയിൽ, C11 ഇയർ ഓഫ് സെയിൽ ഡിവൈഡ് ബൈ C11 ഓഫ് ഇയർ ഓഫ് പർച്ചേസ്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇൻഡെക്സ് കോസ്റ്റ് അക്വിസിഷൻ കിട്ടും. ഇനി ഇൻഡെക്സ് കോസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് എങ്ങനെ കാണാം, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻറ്റു C11 ഇയർ ഓഫ് സെയിൽ, സെയിം തന്നെയാണ് മുകളിൽ പറഞ്ഞ പോലെ, ഇയർ ഓഫ് സെയിൽ ബൈ ഡിവൈഡ് ബൈ C11 ഇയർ ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. C11 എന്ന് പറയുന്നത് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ്, ആസ് നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെൻറ് ഈച്ച് ഇയർ. ഓരോ വർഷവും ഗവൺമെൻറ് അതിൻ്റെ ഇൻഡെക്സ് ഇൻഫ്ലേഷൻ കോസ്റ്റ് നൽകുന്നതായിരിക്കും. കോസ്റ്റ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പർച്ചേസ് പ്രൈസ് ആണ്. കോസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എക്സ്പെൻസസ് നമ്മൾ അതിന് മോഡിഫിക്കേഷൻ വരുന്നതിന്, അതിനെങ്കിലും അസറ്റ്സിന് എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിന് നമ്മൾക്കുണ്ടായിട്ടുള്ള എക്സ്പെൻസിനാണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എൻ്റെ കമ്പ്യൂട്ടേഷൻ ടാബിൾ. സെയിൽ കൺസിഡറേഷൻ ഫുൾ വാല്യൂ ലെസ് സെല്ലിംഗ് എക്സ്പെൻസ്, നെറ്റ് കൺസിഡറേഷൻ നമുക്ക് കിട്ടും. അതിൻ്റെ മുകളിൽ നിന്ന് ലെസ് ഇൻഡെക്സ് കോസ്റ്റ് അക്വിസിഷൻ ലെസ് ഇൻഡെക്സ് കോസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഇനി എന്തെങ്കിലും ലെസ് എക്സംഷൻസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടാക്സബിൾ ലോങ് ടേം ക്യാപിറ്റൽ കിട്ടും. ഒരു ക്വസ്റ്റ്യൻ വെച്ച് നോക്കാം. മിസ്റ്റർ അരുൺ ബോട്ട് ഹൗസ് 2008 to 2009. 2008 തൊട്ട് 2009 ഇടയിൽ അയാൾ ഒരു പുതിയ വീട് വാങ്ങിച്ചു. എത്ര രൂപയ്ക്ക്, 65,000 രൂപയ്ക്ക്. അയാളത് 2021 ജൂൺ 15 അത് 6 ലക്ഷത്തിന് വിൽക്കുകയും ചെയ്തു. അപ്പം നമ്മൾക്ക് C11 വാല്യൂ തന്നിട്ടുണ്ട്. ടെക്സ്റ്റിനകത്ത് ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. C11 വാല്യൂ തന്നിരിക്കുന്നത് 2008-2009 കാലയളവിലുള്ള C11 വാല്യൂ എന്ന് പറയുന്നത് 137 ആണ്. 2021-22 C11 വാല്യൂ എന്ന് പറയുന്നത് 317 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേഷൻ എങ്ങനെയാണ്. ഗിവൺ ഡാറ്റ എന്തൊക്കെയാണ്, പർച്ചേസ് ഇയർ 2008 to 2009 ആണ്. അപ്പോൾ എത്രയാണ് അതിൻ്റെ ഇൻഫ്ലേഷൻ C11 വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 137 ആണ്. പർച്ചേസ് പ്രൈസ് 65,000. സെയിൽ ഡേറ്റ് എപ്പോഴാണ്, 21 സെയിൽ പ്രൈസ് 6 ലക്ഷം. ഇൻഫ്ലേഷൻ എത്രയാണ്, 2008 2009 337. C11 2020 നമ്മൾ സെയിൽ ടൈമിലുള്ള സെയിൽ ഇയറിലുള്ള ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 317 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണണം, കോസ്റ്റ് അക്വിസിഷൻ കാണണം. ഇൻഡെക്സ് ഓഫ് കോസ്റ്റ് അക്വിസിഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു C11 ഓഫ് ഇയർ ഓഫ് സെയിൽ ഡിവൈഡ് ബൈ C11 ഓഫ് ഇയർ ഓഫ് പർച്ചേസ്. അപ്പം നമ്മൾക്ക് എത്ര രൂപയാണ് കോസ്റ്റ്, നമ്മൾ എത്ര 65,000 രൂപയ്ക്കാണ് അസറ്റ്സ് വാങ്ങിയിരിക്കുന്നത്, ഹൗസ് വാങ്ങിയിരിക്കുന്നത്. അപ്പം 65,000 ഇൻറ്റു എത്രയാണ്, ഇയർ ഓഫ് സെയിൽ ഏതാണ്, ഇയർ ഓഫ് സെയിൽ 2021 to 2022 ആണ്. അപ്പോൾ അവിടെയുള്ള ഇൻഫ്ലേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 317 ആണ്. അപ്പം 65,000 ഇൻറ്റു 317 ഡിവൈഡഡ് ബൈ എത്രയാണ്, ഇയർ ഓഫ് പർച്ചേസ്. ഇയർ ഓഫ് പർച്ചേസ് എപ്പോഴാണ്, 2008 to 2009 ഇടയിലാണ്. അപ്പോൾ എത്രയാണ്, 137 രൂപയാണ്. 137 ആണ് അതിൻ്റെ ഇൻഫ്ലേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിവിടെ ഡിവൈഡ് ചെയ്യുക 137 കൊണ്ട്. അപ്പം നമുക്ക് ആൻസർ കിട്ടും 1,50,583 രൂപയാണ് എന്ത്, ഇൻഡെക്സ്ഡ് കോസ്റ്റ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേഷൻ ചെയ്യാം. ഇവിടെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് കാണണ്ട, ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നമുക്ക് കാണേണ്ടതായിട്ടില്ല. അപ്പം ഇനി സെയിൽ പ്രൈസ് മൈനസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പ്ലസ് ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് പ്ലസ് സെല്ലിംഗ് എക്സ്പെൻസസ്.
ഇവിടെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയാത്തതുകൊണ്ട് തന്നെ നമുക്കത് കാണേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കെന്ത് കാണാം, 6 ലക്ഷമാണ് സെല്ലിംഗ് പ്രൈസ് മൈനസ് എത്രയാണ് നമുക്ക് കാണേണ്ടത്, കോസ്റ്റ് ഓഫ് അക്യൂസിഷൻ്റെ ഇൻഡെക്സ് കോസ്റ്റേ കാണുന്നു. അത് നേരത്തെ ഇവിടെ കണ്ടു കഴിഞ്ഞു. 1,50,553 രൂപയാണ്. അത് ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 4,49,417 രൂപ. അപ്പം അയാളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്, 4,49,417 രൂപയാണ് അയാളുടെ മിസ്റ്റർ അരുണിൻ്റെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അടുത്തത് ഇൻഡെക്സ് കോസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻറ്റു C11 ഇയർ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഡിവൈഡ് ബൈ C11 ഓഫ് ഇയർ ഓഫ് സെയിൽ. ഇപ്പോൾ എക്സാമ്പിൾ, മിസ്റ്റർ അജിത്ത് ബോട്ട് ഹൗസ് 13th ജൂൺ 30-ന് 1990 30 ജൂണിന് അയാൾ എന്ത് വാങ്ങി, വീട് വാങ്ങി. എത്ര രൂപയ്ക്ക്, 80,000 രൂപയ്ക്ക്. അതിനുശേഷം അയാൾ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആ വീടിന് വരുത്തി. ഫസ്റ്റ് ഫ്ലോറിൽ 1993-94 കാലഘട്ടത്തിൽ അയാൾ 25,000 രൂപയുടെ ഒരു എന്ത് ചെയ്തു, ഇമ്പ്രൂവ്മെൻറ്റ് നടത്തി ഫസ്റ്റ് ഫ്ലോറിൽ. സെക്കൻഡ് ഫ്ലോറിൽ 2002-2003 സമയത്ത് 70,400 രൂപയുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നടത്തി. ഇനി ഓൾട്ടറേഷൻ നടത്തിയപ്പോഴാണ് 2011-12 കാലയളവിൽ 42,800 രൂപയുടെ ഒരു ഓൾട്ടർനേഷൻ നടത്തി. അപ്പം C11 വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2002-2003 ഇടയിൽ C11 കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, C11 വാല്യൂ എന്ന് പറയുന്നത് 105 രൂപയും 105 അതിൻ്റെ കോസ്റ്റ് വരുന്നത്, ഇൻഫ്ലേഷൻ കോസ്റ്റ്. 2011-12 വരുന്നത് എത്രയാണ് വാല്യൂ, 184. 2022-23 വരുന്നത് 331. അപ്പോൾ നമുക്ക് കാണാം ഇൻഡെക്സ് കോസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് കാൽക്കുലേഷൻ കാണാം. ഗിവൺ ഡാറ്റയിൽ തന്നിട്ടുണ്ട്. സെയിൽ ഓഫ് ഇയർ എപ്പോഴാണ്, അയാൾ വിറ്റത് എപ്പോഴാണ്, 2022-23 ഇടയിലാണ്. അപ്പം C11 വാല്യൂ എന്ന് പറയുന്നത് 331 ആണ്. സെക്കൻഡ് ഫ്ലോർ ഇമ്പ്രൂവ്മെൻറ്റ് 2002-2003 ഇടയിലാണ്. 70,400 ചിലവഴിച്ചത്. അതിൻ്റെ C11 ഇൻഫ്ലേഷൻ കോസ്റ്റ് എത്രയാണ്, 105. ഓൾട്ടറേഷൻ നടത്തിയിരിക്കുന്നത് 2011-12 ഇടയിലാണ്. 42,800 രൂപയാണ്. C11 കോസ്റ്റ് എന്ന് പറയുന്നത് 184 ആണ്. അപ്പം നമുക്ക് ഇൻഡെക്സ് കാണാം. ആദ്യം നമ്മൾക്ക് എന്ത് കാണണം, സെക്കൻഡ് ഫ്ലോറിൻ്റെയാണ് നമ്മൾ കാണുന്നത്. സെക്കൻഡ് ഫ്ലോറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് 2002-2003 ഇടയിലായിരുന്നു. അപ്പം 70,400 ഇൻറ്റു നമ്മൾ ഇയർ ഓഫ് സെയിൽ എപ്പോഴാണ് വരുന്നത്, 2002-2003 ഇടയിലാണ്. അപ്പം അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 331. അപ്പം 331 ഡിവൈഡഡ് ബൈ ഇയർ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് എപ്പോഴാണ് നടത്തിയിരിക്കുന്നത്, 2002-2003 ഇടയിലാണ്. അതിന് വരുന്നത് 105 അതിൻ്റെ കോസ്റ്റ്. അപ്പം 105. അപ്പം നമുക്ക് ആൻസർ കിട്ടും 2,21,927 എന്ത് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഇൻഡെക്സ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് ഓൾട്ടർനേഷൻ സെയിം അതുപോലെ തന്നെയാണ് കാണുക. സ്റ്റെപ്പ് 3 ടോട്ടൽ ഇൻഡെക്സ് കോസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എത്രയാണ് വരിക, ഇത് രണ്ടിനെയും ആഡ് ചെയ്യുക. അപ്പം നമുക്ക് ലഭിക്കും 2,98,920 രൂപ. അപ്പം മിസ്റ്റർ അജിത്തിൻ്റെ ടോട്ടൽ ഇൻഡെക്സ് കോസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 2,98,920 രൂപയാണ്. അടുത്ത് ക്യാപിറ്റൽ ഗെയിൻസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടുന്ന ചില ക്യാപിറ്റൽ ഗെയിനുകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സംഷൻസ് അണ്ടർ ഈ സെക്ഷനിൽ വരുന്ന എല്ലാത്തിനും എക്സംഷൻസ് ലഭിക്കുന്നുണ്ട്. എക്സംഷൻസ് അണ്ടർ സെക്ഷൻ 10 കമ്പനി ലിക്വിഡേഷൻ സമയത്ത് നമ്മൾ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിൽ എന്തുണ്ട്, നമ്മൾക്ക് എന്ത് ചെയ്യണ്ട, ടാക്സ് എക്സംഷൻസ് കിട്ടുന്നുണ്ട്. സെയിൽ ഓഫ് റെസിഡൻറ്റ് പ്രോപ്പർട്ടി, no taxes if profit is reinvested and new house within given time. നമ്മൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വെക്കുകയോ അതിനുശേഷം പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ നമ്മൾ പുതുതായിട്ട് അത് ആ പണം കൊണ്ട് വേറൊരു വീട് വെക്കുകയോ വാങ്ങുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യേണ്ട, ടാക്സ് നൽകേണ്ട. അഗ്രികൾച്ചർ ലാൻഡ് എക്സംഷൻസ് ഓഫ് ഗെയിൻ ഫ്രം സെല്ലിംഗ് അഗ്രികൾച്ചർ ലാൻഡ് അർബൻ ഏരിയാസിൽ ഇത് താഴെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കമ്പൽസറി അക്വിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ബോണ്ട്സ്, ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി, ഷിഫ്റ്റിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ സ്റ്റാർട്ടപ്സ്, എക്സ്റ്റെൻഡഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് ടൈം. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എക്സംഷൻസ് ഓൺ ഗെയിൻസ് ഫ്രം സെല്ലിംഗ് അഗ്രികൾച്ചർ ലാൻഡ് അർബൻ ഏരിയാസ്. അർബൻ ഏരിയാസിൽ അഗ്രികൾച്ചർ ലാൻഡ് വിൽക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ഗെയിൻ്റെ മുകളിൽ എക്സംഷൻസ് ഉണ്ട്. അതുപോലെ കമ്പൽസറി അക്വിസിഷൻ ആയിട്ടുള്ള
കമ്പൽസറി ഇൻഡസ്ട്രിയൽ ലാൻഡോ ബിൽഡിങ്ങോ ആണ് കമ്പൽസറി അക്വിസിഷൻ നടത്തിയിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കണ്ട. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബോണ്ട്സ്, ടാക്സ് ഫ്രീ ക്യാപിറ്റൽ ഗെയിൻസ് ഫ്രം ലോങ് ടേം അസറ്റ്സ് ആർ റീഇൻവെസ്റ്റഡ് സ്പെസിഫിക് ബോണ്ട്. നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സിൽ കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ സ്പെസിഫിക് ബോണ്ട്സിലേക്ക് റീഇൻവെസ്റ്റഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും ടാക്സ് ഫ്രീ ഉണ്ട്. ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് exemption if gains from long term listed securities are reinvested in equity shares. നമ്മൾ ലോങ് ടേം ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് വിറ്റത് കിട്ടിയിരിക്കുന്ന ഗെയിൻസ് അത് നമ്മൾ ഇക്വിറ്റി ഷെയറിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് എക്സംഷൻസ് കിട്ടും. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി, നോ ടാക്സ് ഓൺ ഗെയിൻസ് ഫ്രം സെല്ലിംഗ് നോൺ റെസിഡൻഷ്യൽ അസറ്റ്സ് ഇൻ റീഇൻവെസ്റ്റഡ് ഇൻ എ ഹൗസ്. നമ്മൾ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വെക്കുകയും അസറ്റ്സ് വെക്കുകയും അത് പുതിയൊരു വീട് വാങ്ങുന്നതിന് നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ടാക്സ് ഇല്ല. അതുപോലെ ഷിഫ്റ്റിംഗ് ടു ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്, ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് റീലൊക്കേറ്റ് ചെയ്യുന്നു വേറെ ഏതെങ്കിലും ഡിഫറെൻറ്റ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് നമ്മളെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് റീലൊക്കേറ്റ് ചെയ്യുമ്പം അതിന് എന്തില്ല, ആ സമയത്ത് നമ്മൾ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലും ടാക്സ് ഫ്രീ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റാർട്ടപ്പ്, ടാക്സ് ഫ്രീ ഇഫ് ഗെയിൻസ് ഫ്രം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി സെയിൽ ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ എലിജിബിൾ കമ്പനി. നമ്മൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിൽക്കുകയും ആ ഒരു മണി നമ്മൾ എലിജിബിൾ കമ്പനിയിൽ റീഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിലും നമുക്ക് ടാക്സ് ഫ്രീ ആണ്. അതിൻ്റെ മുകളിൽ എക്സ്റ്റെൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് ടൈം, മോർ ടൈം ടു റീഇൻവെസ്റ്റ് ഗെയിൻസ് ഇൻ കേസ് ഓഫ് കമ്പൽസറി അക്വിസിഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റീഇൻവെസ്റ്റ്മെൻറ്റ് ടൈം കുറച്ചുകൂടെ നീട്ടിക്കിട്ടും. നമുക്കത് ഓരോന്നായിട്ട് താഴേക്ക് പറഞ്ഞു പോകുന്നുണ്ട്. അതിനു മുമ്പ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസറ്റ്സ് വെക്കുകയും എന്നാൽ നമുക്ക് ആ പറഞ്ഞ ടൈമിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കത് റീഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ആ എമൗണ്ടിന് നമുക്ക് സ്പെഷ്യൽ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. നമുക്കത് ടാക്സ് എക്സംഷൻ കിട്ടുന്നതിന് വേണ്ടി സ്പെഷ്യൽ അക്കൗണ്ടിലേക്ക് അതിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം. ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അസറ്റ് വെക്കുകയും ആ എമൗണ്ട് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യണം. എന്നെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട് വിറ്റു, ആ പണം കൊണ്ടുവന്നെങ്കിൽ പുതിയൊരു വീട് പറഞ്ഞിരിക്കുന്ന ഒരു ടൈമിനുള്ളിൽ പുതിയ വീട് വാങ്ങുകയോ അല്ലെങ്കിൽ അത് എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ടാക്സ് നമ്മൾ നൽകണ്ട. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ നമ്മൾ അതെന്ത് ചെയ്തിട്ടില്ല, റീഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഫ്രീ എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ടാക്സ് എക്സംഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ആ എമൗണ്ട് ഒരു സ്പെഷ്യൽ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ലഭിക്കും, ടാക്സ് എക്സംഷൻ ലഭിക്കും. ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് എന്തൊക്കെയാണ്? സേവിങ് ഡെപ്പോസിറ്റ്, വർക്ക് ലൈക്ക് റെഗുലർ സേവിങ് അക്കൗണ്ട് പോലെ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, വിത്ത് ഇൻട്രസ്റ്റ് ആൻഡ് ഈസി വിഡ്രോൾസും. ടേം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പോലെയാണ്. ഒരു ലോക്ക്ഡ് പീരീഡ് ഉണ്ടാവും, അപ് ടു 3 years ആൻഡ് ലിമിറ്റഡ് വിഡ്രോൾസ്. ടാക്സ് ബെനിഫിറ്റ്, മണി kept in the account is considered reinvested, helping to avoid paying ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. നമ്മൾ ഈ അക്കൗണ്ടിൽ നമ്മൾ പൈസ ഇട്ടതുകൊണ്ട് തന്നെ അതിനെ റീഇൻവെസ്റ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ട, ഈ ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിൽ ടാക്സ് അടക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ ഈ എക്സംഷൻസ് ഒന്നുകൂടെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. എക്സംഷൻ ഫ്രം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ. ടു ക്വാളിഫൈ എക്സംഷൻസ്, നമുക്ക് ഈ എക്സംഷൻ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സംഷൻസ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഓണർഷിപ്പ്, ഇതിൻ്റെ പ്രോപ്പർട്ടി ഓൺ ചെയ്തിരിക്കുന്ന ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡ് ഫാമിലിയോ ആയിരിക്കണം. റെസിഡൻഷ്യൽ യൂസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ദ പ്രോപ്പർട്ടി ഷുഡ് ഹാവ് ബീൻ ഹെൽഡ് ഫോർ മോർ ദാൻ 24 months. നമ്മൾ നേരത്തെ പറഞ്ഞു 24 മാസത്തിൽ കൂടുതൽ ആ പ്രോപ്പർട്ടി അയാളെ കൈവശം ഉണ്ടായിരിക്കണം, ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവുകയുള്ളൂ. റീഇൻവെസ്റ്റ്മെൻറ്റ്, ഈ എക്സംഷൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് സെല് ചെയ്തിട്ടുള്ള ഈ ക്യാപിറ്റൽ ഗെയിൻ കൊണ്ട് പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയോ ചെയ്യണം. സോ ഈ സ്പെസിഫിക് പീരീഡ് എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യുന്നതിന് 1 year ബിഫോർ ഓർ 2 years ആഫ്റ്റർ ട്രാൻസ്ഫറിൻ്റെ 1 വർഷം മുമ്പോ അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷമോ, അല്ലെങ്കിൽ 3 years ഓഫ് കൺസ്ട്രക്ഷന് 3 വർഷത്തോളമാണ് ടൈം തരുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ റീഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ടാക്സ് എക്സംഷൻ ലഭിക്കുകയുള്ളൂ. ടാക്സബിൾ ഗെയിൻ എന്ന് പറയുന്നത് ഇഫ് ദ ഫുൾ ക്യാപിറ്റൽ ഗെയിൻ റീഇൻവെസ്റ്റഡ്
ഇറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. നമ്മൾ ഈ ഫുൾ ക്യാപിറ്റൽ ഗെയിൻ റീഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. ഇനി നമ്മൾ കുറച്ച് ഭാഗം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ റിമൈനിങ് ഗെയിൻ, നമ്മൾ ബാക്കിയായിട്ടുള്ള പണം ഇതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് നൽകേണ്ടതായിട്ട് വരും. കാൽക്കുലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ കാൽക്കുലേഷൻ മിസ്റ്റർ മോഹിത്ത്, ക്വസ്റ്റ്യൻ അതിനകത്ത് ഉണ്ടാകും. സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് 2,60,000, എക്സ്പെൻസസ് 30,000, ഇൻഡെക്സ്ഡ് കോസ്റ്റ് അക്വിസിഷൻ എന്ന് പറയുന്നത് 25,70,000 രൂപയാണ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് 15,70,000 ആണ്. എക്സംഷൻ ഫോർ ന്യൂ ഹൗസ് 6 ലക്ഷം. അപ്പം ടാക്സബിൾ ഗെയിൻ എന്ന് പറയുന്നത് ഇത് ടെക്സ്റ്റിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാകും, അവിടെ ജസ്റ്റ് നോക്കിയാൽ മതി. നെക്സ്റ്റ് എക്സംഷൻ ഓൺ ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ട്രാൻസ്ഫർ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്. അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്ന് അഗ്രികൾച്ചർ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന നമുക്ക് ലഭിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ, അതിൽ എക്സംഷൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? അത് അഗ്രികൾച്ചറൽ ലാൻഡിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കണം. അതുമാത്രമല്ല അത് ലാൻഡ് ഷുഡ് ബി ഓൺഡ് ബൈ ഇൻഡിവിജ്വൽ ഓൺ ചെയ്തിരിക്കുന്ന ലാൻഡ് ആയിരിക്കണം. അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ബൈ ദി അസസി ഓർ ദിയർ പാരൻസ് ഫോർ അറ്റ്ലീസ്റ്റ് 2 years ആയെങ്കിലും അത് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ അസസി മസ്റ്റ് റീഇൻവെസ്റ്റ് അനദർ അഗ്രികൾച്ചർ ലാൻഡ് വിത്തിൻ 2 years. 2 വർഷത്തിനുള്ളിൽ ആ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ കൊണ്ട് പുതിയ എന്താണ് വേറെ അഗ്രികൾച്ചർ ലാൻഡിലേക്ക് അത് നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ എക്സംഷൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കോസ്റ്റ് ഓഫ് ന്യൂ അഗ്രികൾച്ചർ ലാൻഡ് പർച്ചേസ്ഡ്. എക്സാമ്പിളോടെ ഒരു കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. അഗ്രികൾച്ചർ ലാൻഡ് പൂനെ വാസ് സോൾഡ് 4 lakh. 4 lakhന് അയാൾ വിറ്റു. ന്യൂ ലാൻഡ് വാസ് പർച്ചേസ്ഡ് 60,000 അയാൾ പുതിയ ലാൻഡ് പർച്ചേസ് ചെയ്ത്. ആൻഡ് 14,000 വാസ് ഡെപ്പോസിറ്റ് ഇൻ ദ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം. ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലേക്ക് 40,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ദ ടാക്സബിൾ ഗെയിൻ വുഡ് ബി എങ്ങനെയാണ് നമുക്ക് കാണാം? 4 ലക്ഷമാണ്. 4 ലക്ഷത്തിന് അയാൾ വിറ്റത്. അപ്പോൾ അയാളെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് അതിൽ നിന്നും ഈ പണത്തിൽ നിന്ന് അയാൾ 60,000 ലാൻഡ് വാങ്ങുകയും ബാക്കി 40,000 രൂപ അയാൾ എന്ത് ചെയ്തു? ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലേക്ക് ഇട്ടു. അപ്പം അത് എന്ത് ചെയ്തു? നമ്മൾ മുകളിൽ പറഞ്ഞു ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് റീഇൻവെസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ്. അതിന് എന്തുണ്ട്? ടാക്സ് എക്സംഷൻ കിട്ടുന്നുണ്ട്. അപ്പം അയാളെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2,05,650 രൂപയായിരിക്കും ആഫ്റ്റർ കാൽക്കുലേറ്റ് ഇൻഡെക്സ് കോസ്റ്റ് അക്വിസിഷൻ ആൻഡ് എക്സംഷൻസ്. ടാക്സബിൾ ആയിട്ടുള്ള അയാളെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 2,05,650 രൂപയാണ്. അത് ടെക്സ്റ്റിനകത്ത് ഉണ്ടാകും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നെക്സ്റ്റ് എക്സംഷൻ ഓൺ ക്യാപിറ്റൽ ഗെയിൻ ഫ്രം കമ്പൽസറി അക്വിസിഷൻ ഓഫ് ലാൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസ്. ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കമ്പൽസറി അക്വിസിഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ എക്സംഷൻസ് ലഭിക്കാം? കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ലാൻഡും ബിൽഡിംഗ് ഷുഡ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ പർപ്പസ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ലാൻഡും ബിൽഡിങ്ങും ആയിരിക്കണം. ലാൻഡും അല്ലെങ്കിൽ ബിൽഡിങ്ങിലും ആയിരിക്കണം. ദ assessee must reinvest the capital gain in other land or building used for the same industrial purpose within 3 years. അയാൾക്ക് കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിന് പുതിയ ലാൻഡോ ബിൽഡിങ്ങോ വാങ്ങുന്നതിന് അത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം വിത്തിൻ 3 years. സെയിം പർപ്പസിന്, സെയിം ഇൻഡസ്ട്രി പർപ്പസിന് വേണ്ടിയുള്ള ലാൻഡും ബിൽഡിങ്ങും 3 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം? അയാൾ വാങ്ങിയിട്ടുണ്ടായിരിക്കണം. എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്. കമ്പനി റിസീവ്ഡ് 10 lakh ആസ് എ കോമ്പൻസേഷൻ ഫോർ കമ്പൽസറി അക്വിസിഷൻ. കമ്പൽസറി അക്വിസിഷന് 10 ലക്ഷം വരെ അയാൾ ലഭിച്ചു, കമ്പനിക്ക് കിട്ടി. ഓഫ് ലാൻഡ് റീഇൻവെസ്റ്റഡ്, അയാൾ പുതിയൊരു ലാൻഡ് വാങ്ങി എത്ര രൂപയ്ക്കാണ്? 4,50,000. ദ കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ബിൽഡിംഗ്. ദ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ വുഡ് ബി എത്രയായിരിക്കും? 50,000 ആയിരിക്കും. ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ള ടെക്സ്റ്റിനകത്ത് ഉണ്ടാവും. അടുത്ത എക്സംഷൻ ഓൺ ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റഡ് ഇൻ സ്പെസിഫിക് ബോൺസ്. സ്പെസിഫിക് ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ മുകളിലുള്ള എക്സംഷൻ കിട്ടുന്നതിന് വേണ്ടി സ്പെഷ്യൽ ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിൽ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ്റെ എക്സംഷൻസ് കിട്ടുന്നതിന് വേണ്ടിയുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ക്യാപിറ്റൽ ഗെയിൻ മസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ബോൺസ് സച്ച് ദോസ് ഇഷ്യൂഡ് ബൈ ദ NHI ഓർ RESL വിത്തിൻ 6 months. ഈ പറഞ്ഞിരിക്കുന്നവർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ബോണ്ടായിരിക്കണം. അതിൻ്റെ മുകളിൽ കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കണം വിത്തിൻ 6 months. ദ മാക്സിമം ലിമിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദീസ് ബോൺസ് ആർ ഫോർ ദ എക്സംഷൻ ഈസ് 15 lakh. ഈ ബോണ്ടിലേക്ക് മാക്സിമം എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബോണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 50 lakh ആയിരിക്കണം ഇൻ ഫിനാൻഷ്യൽ ഇയർ. അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അടുത്തത് എക്സംഷൻ ഓൺ ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റഡ് ഇൻ യൂണിറ്റ്സ് ഓഫ് സ്പെസിഫൈഡ് ഫണ്ട്സ്. സ്പെസിഫൈഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ മുകളിൽ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിന് സെക്ഷൻ 40. ബട്ട്
with the investment being begin with the investment. സെക്ഷൻ 54 ഈ സിയിൽ പറഞ്ഞിരിക്കുന്ന സിമിലർ സെക്ഷൻ തന്നെ, സിമിലർ കണ്ടീഷൻ തന്നെയാണ് ഇതിനകത്തും. അടുത്തത് എക്സംഷൻ ഓൺ ക്യാപിറ്റൽ ഗെയിൻ ഓഫ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം അസറ്റ്സ് അതർ ദാൻ റെസിഡൻഷ്യൽ ഹൗസ്. നമ്മുടെ റെസിഡൻഷ്യൽ ഹൗസ് അല്ലാത്ത മറ്റെന്തെങ്കിലും ലോങ് ടേം അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ അതിന് എക്സംഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് the assets transfer must not be residential house ആവാൻ പാടില്ല. അതുപോലെ the assessee must not own more than one residential house at the time of the transfer ചെയ്യുന്ന സമയത്ത് assessee taxpayer ഒന്നിൽ കൂടുതൽ റെസിഡൻഷ്യൽ ഹൗസ് അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓൺ ചെയ്തിട്ടുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ഹൗസ് മസ്റ്റ് ബി പർച്ചേസ് വിത്തിൻ 1 year ഓഫ് കൺസ്ട്രക്ട് ഓർ വിത്തിൻ 3 years. ഒന്നെങ്കിൽ അയാൾ പുതിയ ഈ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും ഒരു വർഷം കൊണ്ട് തന്നെ അയാൾ പുതിയ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങുകയോ അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ അത് കൺസ്ട്രക്ട് ചെയ്യുകയോ വേണം. ഈ 3 കണ്ടീഷൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും, എക്സംഷൻ കിട്ടും. എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഷിഫ്റ്റിംഗ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സ് ഫ്രം അർബൻ ഏരിയാസ് ടു റൂറൽ ഏരിയ. ഇൻഡസ്ട്രിയലിൻ്റെ അസറ്റ്സുകളൊക്കെ അണ്ടർടേക്കിങ്സ് ഒക്കെ അർബൻ ഏരിയയിൽ നിന്ന് റൂറൽ ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുകളിൽ നമുക്ക് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് എക്സംഷൻ കിട്ടുക എന്നാണ്. എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ എക്സംഷൻസ് ഓൺ ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് സർട്ടൻ അസറ്റ്സ് ആൻഡ് യൂസ്ഡ് ഫോർ ബിസിനസ് ഇൻ അർബൻ ഏരിയാസ് വെൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഈസ് ഷിഫ്റ്റഡ് ടു റൂറൽ ഏരിയ. അർബൻ ഏരിയയിലുള്ള ഇൻഡസ്ട്രി എന്ത് ചെയ്യുന്നു, റൂറൽ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ആ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ അസറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, അവർ ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പം അതിൻ്റെ മുകളിൽ കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിന് എക്സംഷൻ കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ ഇത് തന്നെയാണ്, അർബൻ ഏരിയയിൽ നിന്ന് റൂറൽ ഏരിയയിലേക്ക് മാറ്റുന്ന സമയത്തുള്ള ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കണം. കണ്ടീഷൻ ഫോർ എക്സംഷൻസ് ദ അസറ്റ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ ബിസിനസ് ഇൻ അർബൻ ഏരിയ ആൻഡ് ട്രാൻസ്ഫർ ഫോർ ദ ഷിഫ്റ്റിംഗ്. അർബൻ ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്ന അസറ്റ്സുകളായിരിക്കണം, ബിസിനസ് ഇൻ അർബൻ ഏരിയയിലായിരിക്കണം. അസറ്റ് മസ്റ്റ് ബി യൂസ്ഡ് ഇൻ ദ ബിസിനസ് ഇൻ അർബൻ ഏരിയ. അർബൻ ഏരിയയിലുള്ള ബിസിനസ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന അസറ്റ്സ് ആയിരിക്കണം. അത് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്ഫർ ചെയ്തത് ആയിരിക്കണം. ദ എക്സംഷൻ അപ്ലൈസ് ഓൺലി ലോങ് ടേം ഓർ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഫ്രം പ്ലാന്റ് മെഷീനറി ബിൽഡിംഗ്. ഈ എക്സംഷൻസ് ലഭിക്കുക പ്ലാന്റ് മെഷീനറി ബിൽഡിംഗ് എന്നീ അസറ്റ്സിൻ്റെ ഷോർട്ട് ടേമോ ലോങ് ടേമിലോ ആയിരിക്കും. ഫർണിച്ചറൊന്നും അതിൽ ഉൾപ്പെടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ദ ക്യാപിറ്റൽ ഗെയിൻ മസ്റ്റ് റീഇൻവെസ്റ്റഡ് ഇൻ ന്യൂ മെഷീനറി. പുതിയ മെഷീനറിയിലോ പ്ലാന്റോ ലാൻഡോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ റൂറൽ ഏരിയയിൽ വാങ്ങുന്നതിലേക്ക് ഈ ക്യാപിറ്റൽ ഗെയിന് റീഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം വിത്തിൻ 1 year ബിഫോർ ഓർ 3 years ആഫ്റ്റർ ദ ട്രാൻസ്ഫർ. ഒന്നെങ്കിൽ ട്രാൻസ്ഫറിൻ്റെ 1 വർഷം മുമ്പോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിന് ശേഷം 3 വർഷത്തിനുള്ളിലോ. The asset should be held for at least 3 years after purchase. Limit of exemptions. If the cost of new asset is less than capital gain, the difference is taxable. നമ്മൾ പുതിയ അസറ്റ്സ് നമ്മൾ വാങ്ങിയിരിക്കുന്ന പുതിയ അസറ്റിൻ്റെ കോസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ ഗെയിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ ആ വന്നിരിക്കുന്ന ഡിഫറൻസിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് പേ ചെയ്യണം. ഇഫ് ദ ക്യാപിറ്റൽ ഗെയിൻ ഈസ് നോട്ട് ഫുള്ളി യൂട്ടിലൈസ്ഡ് ഫോർ ന്യൂ അസറ്റ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ദ എമൗണ്ട് മസ്റ്റ് ബി ഡെപ്പോസിറ്റ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട്. നമ്മൾ അസറ്റ്സ് വിറ്റപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ എമൗണ്ട് നമ്മൾ പുതിയൊരു അസറ്റ് വാങ്ങുന്നതിൽ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള എന്ത് ചെയ്യണം, നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. Asset transferred and plant and machinery building furniture capital. അടുത്തത് ക്യാപിറ്റൽ ഗെയിൻസ് ഓൺ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ഓൺ ഷിഫ്റ്റിംഗ് ഓഫ് ഇൻഡസ്ട്രി അണ്ടർടേക്ക് സ്പെഷ്യൽ എക്കണോമിക് സോൺ. നമ്മുടെ ഇൻഡസ്ട്രി എന്ത് ചെയ്യാണ്, സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക, അതിൻ്റെ മുകളിൽ ക്യാപിറ്റൽ ഗെയിൻ കിട്ടുകയും ചെയ്യുകയാണ്. അത് എക്സംഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്
നേരത്തെ മുകളിൽ നമ്മൾ പറഞ്ഞ സെയിം കണ്ടീഷൻസ് തന്നെയാണ് ഇവിടെ പറയുന്നത്, സെയിം കണ്ടീഷൻ തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പെഷ്യൽ സോണിലേക്ക് മാറ്റുന്ന ഷിഫ്റ്റഡ് ടു സ്പെഷ്യൽ സോൺ ആയിരിക്കണം. എക്സംഷൻസ് അവൈലബിൾ ഇഫ് ദ ക്യാപിറ്റൽ ഗെയിൻ ആർ യൂസ്ഡ് ഫോർ സ്പെസിഫൈഡ് പർപ്പസ് സിമിലർ ടു സെക്ഷൻ. മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളത് ആ ക്യാപിറ്റൽ ഗെയിൻ എന്ത് ചെയ്യണം, പുതിയ മെഷീനറിയോ അല്ലെങ്കിൽ ലാൻഡോ വാങ്ങുന്നതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. കീ ഡിഫറൻസ്, എക്സംഷൻസ് അപ്ലൈ സ്പെഷ്യലി വെൻ ഷിഫ്റ്റഡ് ടു ആൻ SEZ. അത് ടെക്സ്റ്റിനകത്ത് ഉണ്ടാവും. ഇൻക്ലൂഡിങ് ഏരിയാസ് ഔട്ട്സൈഡ് അർബൻ സോണ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. ഫർണിച്ചറും ഫിറ്റിംഗ്സും എന്തില്ല, ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ സെയിം കണ്ടീഷൻ തന്നെയാണ്. എന്താണ്, ഇൻഡസ്ട്രിയൽ അണ്ടർടേക്സ് അർബൻ ഏരിയയിൽ റൂറൽ ഏരിയയ്ക്ക് മാറ്റുമ്പോഴുള്ള കണ്ടീഷൻ തന്നെയാണ് ഇതിവിടുത്തെയും കണ്ടീഷൻ വരുന്നത്. ഇൻ exemptions of long-term capital gain of transfer residential property for investment equity shares. നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഇവിടെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അത് നമ്മൾ ഇക്വിറ്റി ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുകളിൽ കിട്ടുന്ന റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് ഇക്വിറ്റി ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ മുകളിൽ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ ആണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിൽ എക്സംഷൻസ് കിട്ടുന്നതിന് വേണ്ടി. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ക്യാൻ ബി എക്സംപ്റ്റ് ഇഫ് ദ ഗെയിൻസ് ആർ ഇൻവെസ്റ്റഡ് ഇൻ ദ ഇക്വിറ്റി ഷെയർസ്. നമ്മൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുകയും ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ടിൻ്റെ മുകളിൽ നമ്മൾക്ക് ആ ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിൽ എക്സംഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇക്വിറ്റി ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എക്സംഷൻ നമുക്ക് ലഭിക്കും, ടാക്സ് എക്സംഷൻ ലഭിക്കും. ഷെയർ ഫോർ ന്യൂ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. എക്സ്റ്റൻഷൻ ഓഫ് ടൈം ലിമിറ്റ് ഫോർ പർച്ചേസിങ് ന്യൂ അസറ്റ് ഓർ ഇൻവെസ്റ്റിംഗ് ദ ക്യാപിറ്റൽ ഗെയിൻസ്. നമ്മൾ പുതിയ അസറ്റ്സ് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ ടൈം ലിമിറ്റ്, നമ്മൾ പുതിയ അസറ്റ് വാങ്ങുന്നതിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുമുള്ള ടൈം ലിമിറ്റ് എങ്ങനെയാണെന്നാണ്. അത് എക്സ്റ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയയാണ് ഇവിടെ പറയുന്നത്. ഓരോന്നിൻ്റെയും ടൈം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ കിട്ടിക്കഴിഞ്ഞാൽ 1 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 3 വർഷം കൊണ്ടോ റീഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ എക്സ്റ്റൻഷൻ കിട്ടുന്നത് എപ്പോഴാണ്, ഹൂ ഈസ് എലിജിബിൾ ഇഫ് യുവർ അസറ്റ് ഈസ് കമ്പൽസറി അക്വേർഡ്. നമ്മുടെ അസറ്റ് കമ്പൽസറി അക്വേർഡ് ആണെങ്കിൽ അയാൾക്ക് കോമ്പൻസേഷൻ ഇമ്മീഡിയറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, എപ്പോഴാണ് അയാൾക്ക് കോമ്പൻസേഷൻ കിട്ടുന്നത് അപ്പോഴും മാത്രമേ ആ ടൈം വരെ അയാൾക്ക് ടൈം ഉണ്ട് അത് എന്ത് ചെയ്യാൻ, പർച്ചേസ് ചെയ്യുന്നതിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ക്യാപിറ്റൽ ഗെയിനും. അടുത്ത് ടാക്സ് ഓൺ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇക്വിറ്റി ഷെയർ ഓർ യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്സ്. നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് കിട്ടുകയാണ് എങ്ങനെ, ഇക്വിറ്റി ഷെയറോ അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്സോ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുകളിൽ കിട്ടുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അതിൻ്റെ മുകളിൽ ടാക്സ് കണ്ടീഷൻ വരുന്നത് അസറ്റ് മസ്റ്റ് ബി ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം, ഹെൽഡ് ഫോർ ലെസ് ദാൻ 12 months ആയിരിക്കണം. ദ സെയിൽ മസ്റ്റ് ബി പ്ലേസ് ഓൺ ആഫ്റ്റർ 1/10/2004 ശേഷമായിരിക്കണം സെയിൽസ് നടക്കുന്നത്. ദ ട്രാൻസാക്ഷൻ മസ്റ്റ് ബി സബ്ജക്റ്റഡ് ടു സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ആയിരിക്കണം. ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 50% ആണ്. STCG ഈസ് ടാക്സ്ഡ് അറ്റ് 50% പ്ലസ് അപ്ലിക്കബിൾ സർചാർജ് ആൻഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ഓൺ ടാക്സ് പ്ലസ് സർചാർജ്. അടുത്ത ടാക്സ് ഓൺ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് മ്യൂച്വൽ ഫണ്ട്സ്. ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് മ്യൂച്വൽ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന മുകളിൽ കിട്ടുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിൽ എങ്ങനെയാണ് ടാക്സ് കണക്കാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 50% ആണ് പ്ലസ് സർചാർജ് വരും. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% പ്ലസ് സർചാർജ് വരും. ലോങ് ടേമിൽ വരുമ്പോൾ 10% ടാക്സ് വിത്തൗട്ട് ഇൻഡെക്സേഷൻ. കോസ്റ്റ് ഈസ് നോട്ട് അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ. കോസ്റ്റ് എന്തെങ്കിലും ഇൻഫ്ലേഷനെ അഡ്ജസ്റ്റ് ചെയ്യില്ല. 10% ആയിരിക്കും. 20% വിത്ത് ഇൻഡെക്സേഷൻ. കോസ്റ്റ് അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ. ദ ടാക്സ് പെയർ ക്യാൻ ചൂസ് ലോവർ ടാക്സ് ഓപ്ഷൻ. ഇതിലുള്ള ഏതെങ്കിലും കുറഞ്ഞ ടാക്സ് ഓപ്ഷൻ വേണമെങ്കിൽ ടാക്സ് പെയറിന് ചൂസ് ചെയ്യാം. സർചാർജ് എക്സ്ട്രാ ടാക്സ് ബേസ്ഡ് ഓൺ ഇൻകം. നമ്മുടെ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ ചാർജസ് ആണ്, എക്സ്ട്രാ ടാക്സ് ആണ് സർചാർജ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ HUF, AOP, BOI എന്നിവർക്ക് വാരീസ് ബേസ്ഡ് ഓൺ ടോട്ടൽ ഇൻകം അനുസരിച്ചിട്ടായിരിക്കും.
ഫേംസിന് 12% ചാർജസ് ഇഫ് ഇൻകം എക്സീഡ് 1 crore. 1 crore മുകളിൽ വരെ ഇൻകം എക്സീഡ് ചെയ്യുകയാണെങ്കിൽ 12% ആയിരിക്കും സർചാർജ്. ഡൊമസ്റ്റിക് കമ്പനീസ് ആണെങ്കിൽ സർചാർജ് ഡിപ്പെൻഡ് ഓൺ ഇൻകം ലെവൽ. ഇൻകം ലെവൽ അനുസരിച്ചായിരിക്കും ഇവരുടെ സർചാർജ് വരിക. ഫോറിൻ കമ്പനീസ് ആണെങ്കിൽ 2% സർചാർജ് ഫോർ ഇൻകം 1 crore to 10 crore വരെ ആണ് ഇൻകം എങ്കിൽ 2% ആയിരിക്കും. 5% 10 crore മുകളിൽ വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വരുന്നത് 40% ഓൺ ടോട്ടൽ ടാക്സ് പ്ലസ് സർചാർജ് ആയിരിക്കും. ഇനി ഇവിടെ ഒരു കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് പേയബിൾ. This example demonstrates the purpose of calculating both short-term and long-term capital gains, including applicable surcharges, cess, നമ്മൾ മുകളിൽ പറഞ്ഞ സർചാർജ്, സെസ്, ടാക്സ് റേറ്റ്. അപ്പം ഇതൊക്കെ ആഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് ടാക്സ് കണക്കാക്കുന്നതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പം ടാക്സിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം നിങ്ങൾ. ലിസ്ട്രേഷൻ 15 ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ഓഫ് അരുഷി ഫോർ 2023 തൊട്ട് 2024 വരെയുള്ള അയാളുടെ ക്യാപിറ്റൽ ഗെയിൻ്റെ എങ്ങനെയാണ് ടാക്സബിൾ ആണെന്ന് നോക്കാം. അരുഷി സോൾഡ് ജ്വല്ലറി ആൻഡ് ഡിബെഞ്ചർ ഇൻ 2022-2023 ബിലോ ദ കമ്പ്യൂട്ടേഷൻ. ജ്വല്ലറി സെയിൽ പ്രൊസീഡിൽ അയാൾക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 1 crore 20 lakh ആണ്. ഇൻഡെക്സ് കോസ്റ്റ് അക്യൂസിഷൻ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് വന്നിട്ടുള്ളത് ആ ടേബിളിനകത്തുണ്ട്. നമ്മുടെ കോസ്റ്റിൻ്റെ ഇൻഡെക്സ് കാണാം. എത്രയാണ്? 1,20,000 ഇൻറ്റു അവിടെ ഇൻഡെക്സ് എത്രയാണെന്നുള്ളത്, ഇൻഡെക്സ് റേറ്റ് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 331 ഡിവൈഡ് ബൈ 109 എത്ര കിട്ടും നമുക്ക്? 3,64,403 കിട്ടും. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? 1,20,000 സോറി 1 crore 20,000 സോറി 12 lakh മൈനസ് 3,64,403 നമ്മൾ ഈ ഇൻഡെക്സ് കോസ്റ്റ് അക്വിസിഷനിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലഭിക്കും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? 8,35,597 ആണ്. ഇൻഡെക്സ് കോസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് എത്രയാണ് വന്നിട്ടുള്ളത്? അതിനകത്ത് കൊടുത്തിട്ടുണ്ട് 35,900 രൂപയാണ്. അതിന് സെയിം നമ്മുടെ ഇൻഡെക്സ് ഇൻഫ്ലേഷൻ റേറ്റ് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 1,12,879 ആണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കിതിനെ കാണാം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് ഈ എമൗണ്ടിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 7,22,718 രൂപയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും ഡിബെഞ്ചർ കാണണം. സെയിൽ പ്രൊസീഡിൽ അയാൾ എത്രയാണ് കിട്ടിയത്? 1,50,000 രൂപ. അതിന് സെല്ലിംഗ് എക്സ്പെൻസസ് നമ്മൾ കുറക്കണം. ഇതൊക്കെ ടേബിളിനകത്തുണ്ട്. സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 5,000 രൂപയാണ്. അപ്പോൾ നമുക്ക് നെറ്റ് സെയിൽ പ്രൊസീഡ് കിട്ടി 1,45,000 രൂപ കിട്ടി. ഇനി ലെസ് കോസ്റ്റ് അക്വിസിഷൻ എത്രയാണ് വന്നിരിക്കുന്നത്? 1,30,000 രൂപയാണ്. അതിൽ നിന്ന് അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് ഇസിക്കൽ ടു 1,45,000 മൈനസ് 1,30,000 ഇസിക്കൽ ടു 15,000. ഈ 50,000 എന്താണ്? ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ്റെ കൂടെ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഈ എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഡിബെഞ്ചറിൻ്റെ ആണിത്, സെയിൽസ് പ്രൊസീഡ് ഡിബെഞ്ചറിൻ്റെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 15,000 പ്ലസ് 7,20,718 പ്ലസ് ഡിബെഞ്ചറിൻ്റെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 15,000 ആണ്. അപ്പം ടോട്ടൽ നമുക്ക് കിട്ടും 7,37,718. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ കണ്ടു. ഒന്ന് ജ്വല്ലറിയുടെയും ഡിബെഞ്ചറിൻ്റെയും. ജ്വല്ലറിയുടെയും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടു, ഡിബെഞ്ചറിൻ്റെയും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടു. അതിനുശേഷം രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ എത്രയാണെന്ന് നമ്മൾ ഇവിടെ കണക്കാക്കി. ഇത് ക്വസ്റ്റ്യനിൽ തന്നെ കറക്റ്റായിട്ടുണ്ട്. ടെക്സ്റ്റിൽ ആ ടാബിൾ നോക്കിയാൽ മതിയാവും. ഞാൻ അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? മിസ്റ്റർ രേഖ സോൾഡ് പ്ലോട്ട് ഇൻ November 2022. ഹിയർ ദ കാൽക്കുലേഷൻ. സെയിൽ പ്രൊസീഡ് 25 ലക്ഷം. ഇൻഡെക്സ് കോസ്റ്റ് അക്വിസിഷൻ എന്ന് പറയുന്നത് 2,50,000 കൂടെ നമ്മൾ ഇൻഡെക്സ് കോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ 16,50,000 രൂപ കിട്ടും. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 2,50,000 മൈനസ് ഈ എമൗണ്ട് കുറക്കുക ഇൻഡെക്സ് കോസ്റ്റ് അക്വിസിഷൻ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 8,45,000 ആണ്. അതുപോലെ ഇല്ലുസ്ട്രേഷൻ 17 എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്? ഇവിടെയുണ്ട് 18. ജസ്റ്റ് നോക്കി പോയാൽ മതി. സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്.